ഗുഡ് മോർണിംഗ്. നമ്മളിത് രാവിലെ ഫിഷിങ്ങിന് വന്നതാണ്. പക്ഷേ കളേഴ്സ് ഉണ്ട്. ഒരു പച്ചക്കകത്ത് ബ്ലാക്ക് വരുന്നതും മീനടിച്ചിട്ടുണ്ട്. നോക്കാം. ഷോൺ ചെറുമീൻ 1.5 കാണും കേട്ടോ. 1.5. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്നും ഫ്രോഗ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റിയൽ ഹണ്ടറിൻ്റെ ടൈഗ എന്ന് പറയുന്നൊരു ഫ്രോഗാണ്. ടൈഗ 3.5 സെൻറ്റിമീറ്റർ 8 ഗ്രാമേ ഉള്ളൂ. 8 ഗ്രാം. അപ്പം ടൈഗയുടെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൻ്റെ ഫോട്ടോസ് ഞാൻ താഴെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം ഫ്രോഗ് എടുത്തു പറയാനെ കൊണ്ട് പ്രത്യേകിച്ച് ഒത്തിരി ഒന്നുമില്ല. ഒരു കുഞ്ഞൊരു ഫ്രോഗ് ഞാൻ ജസ്റ്റ് ഒരെണ്ണം എടുത്ത് കാണിക്കാം. നല്ല പാക്കിംഗ് ഒക്കെ ഇവരുടെയൊക്കെ പാക്കിംഗ് പക്കാണ്. ദേ കുഞ്ഞൊരു ഫ്രോഗ്, ദേ ഉണ്ട, അതായത് നമ്മുടെ എലിയെന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു ഷേപ്പിലൊക്കെ ഇരിക്കുന്ന ഒരു കുഞ്ഞൊരു ഫ്രോഗ്, ഡബിൾ സ്പിന്നർ ഫ്രോഗ്. സെയിം പ്രൈസ് 300 രൂപ. അപ്പോൾ ഇത് വെച്ചുള്ള ഫിഷിംഗ് വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചാനൽ. അപ്പോൾ നമുക്ക് നേരെ സമയം കളയണ്ട. അപ്പോൾ നമുക്ക് നേരെ ഫിഷിംഗ് എടുക്കാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മളിത് രാവിലെ ഫിഷിങ്ങിന് വന്നതാണ്. പക്ഷേ പണി പാടി. നമ്മൾ വന്ന സ്ഥലത്ത് വെള്ളം ഇന്നത്തെക്കാളും കൂടി. അപ്പം നമ്മൾ വിചാരിച്ച് വെള്ളം ഇറക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ വെള്ളം കൂടി. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ റിയൽ ഹണ്ടറിൻ്റെ ടൈഗ ഫ്രോഗ് 3.5 സെൻറ്റിമീറ്റർ 8 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം കൂടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം. അഥവാ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കയറിയിട്ട് വെള്ളം താഴ്ന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. വെള്ളം കൂടി കിടക്കുന്നതുകൊണ്ട് എനിക്ക് സാധ്യത വളരെ കുറവാണ്. പിന്നെ ബൈ ചാൻസ് ഭാഗ്യം ഉണ്ടെങ്കിൽ അടിക്കും. സോ നമുക്ക് എന്തായാലും നോക്കാം. ഇത് 2 കളേഴ്സ് ഉണ്ട്. ഒരു പച്ചക്കകത്ത് ബ്ലാക്ക് വരുന്നതും ഞാൻ പിന്നെ ഒരു ചോമ്പ് പോലത്തെ നമുക്ക് എടുക്കുന്നില്ല. ഇത്തവണ പച്ചക്കകത്ത് ബ്ലാക്ക് വരുന്ന ഇവനെ നമുക്ക് എടുക്കാം. തണുപ്പ് ഷോൺ ടൈഗയുടെ ഫസ്റ്റ് ഫിഷ് അടിച്ചിട്ടുണ്ട്. മീൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ വരവ് മീൻ ഇവിടുത്തെ മീനുകളുടെ പ്രത്യേകത ഞാൻ പറയാം. ഇവന്മാർ വരുന്ന വരവ് കണ്ട നമ്മൾ വിചാരിക്കും വലിയ ചെറുമീനോ വലിയ വരാലോ വരുന്ന പോലെ. ഈ ഞൗക്കൊക്കെ വരുന്ന വരവ് വരവ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഒരു വരവ്. വേറെ എങ്ങും അധികം ഒരു വരവ് ഞാൻ കണ്ടില്ല കേട്ടോ. സത്യമായിട്ട് ഉള്ള കാര്യമാണ്. ഇത്രയും നാളിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ കണ്ടില്ല. ഇവിടുത്തെ വരവ് വരവാണ്. ഇവിടുത്തെ വരാലുകൾ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഫസ്റ്റ് വരാൽ നമുക്കോനെ എടുക്കാം. ഇത്ര അപ്പോൾ നമ്മുടെ ടൈഗയുടെ ഫസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി നോക്കാം. കുരുങ്ങാതെ പോയാ ജില്ലയിൽ ചെന്നു. ഷോൺ ടൈഗയിലെ രണ്ടാമത്തെ വരാൽ ടൈഗ. നമ്മുടെ രണ്ടാമത്തെ അടിച്ചിട്ടുണ്ട് ടൈഗയിൽ. സെയിം സൈസ്. ഓക്കെ, എടുത്തേക്കാം. അടിച്ചിട്ടുണ്ട്. വലിയ സൈസ് അല്ലടാ.
ചേറാന. നമ്മുടെ ടൈഗയിൽ മൂന്നാമത്തെ മീൻ, അത് ചെറുമീൻ. ആഹാ, നമ്മുടെ ടൈഗ ഇരിക്കുന്നുണ്ടോ വായിക്കകത്ത്? ആ ചെറുമീൻ 1.5 കാണും കേട്ടോ, 1.5 നല്ല അടിപൊളി ചെറുമീൻ നമ്മുടെ ടൈഗ. ഓക്കെ, നമുക്കതിന് എടുക്കാം. നമ്മുടെ റീൽ സീറ്റിൻ്റെ അവിടെ വരെയൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. റെയിൽ സീറ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം. നമ്മുടെ റെയിൽ സീറ്റിൻ്റെ കളിൽ ഒരു സ്വല്പം കൂടെ വരും, അത്രേ ഉള്ളൂ, ഒരു 1.5 കിലോ ഉറപ്പായിട്ടും കാണും, അത് താഴത്തില്ല. അപ്പോൾ നമ്മുടെ ടൈഗ, നമ്മുടെ വരാൽ മാത്രമല്ല, നമ്മുടെ ടൈഗയിൽ ചെറുമീനും കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കാസ്റ്റിങ് നമുക്കിപ്പം തുടരാം. ചേറാനല്ലത്, അല്ല അല്ലല്ല, ശരി, വരാൽ കൊള്ളും. നമ്മുടെ ടൈഗാടെ ഫ്രോഗിലെ വൈകുന്നേരത്തെ വരാൽ. ഇത് രാവിലെയൊക്കെ കിട്ടാൻ ഇച്ചിരി വലുതായിട്ടോ. ഫ്രോഗ് കണ്ടോ, കുക്കപ്പം ഉണ്ടോ? അയ്യോ. ഓക്കെ, നമുക്കതിനെ കൊല്ലിയോട് മാറ്റാം. എന്തേ നമ്മൾ പിറ്റേ ദിവസം ഇറങ്ങിയത്, നല്ല തെളിഞ്ഞ കാലാവസ്ഥ, ആകാശങ്ങളൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് നിൽപ്പുണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് വയമ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിക്കേരൊക്കെ അടി പൊട്ടും ഡൗട്ടാണ്. നമുക്കത് നോക്കാം. ഷോൺ ഇപ്പോഴാണത് ഒരെണ്ണം കിട്ടിയത്. നാക്കിനകത്ത് കയറി നല്ല രീതിയിൽ ഉടക്കി കേട്ടോ, ഈ നല്ല ഉടക്കുന്നുണ്ട്, നാക്കിനകത്ത് കയറി ഉടക്കി. കൊല്ലിയിലോട്ട് മാറ്റാം. നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് വരാൽ. വയ്യ തീരെ വയ്യ, എനിക്ക് ഭയങ്കര ഷോക്കായി. ദിവസം ഇത് കണ്ടപ്പോൾ ഓടി വന്നേ, കാരണം ഇന്ന് അവന് വേണ്ട, തീറ്റ വേണ്ട അവന്. പോടാ, ഉണ്ടോടാ മീനാണോ? ഒരെണ്ണം കിട്ടി. ഞാൻ അബദ്ധത്തിൽ ഒരെണ്ണം കിട്ടിയെന്ന് പറയുന്നത്, അതുപോലെ സംഭവം ഒരെണ്ണം കിട്ടി അവസാനം. ആ ബീച്ച് അടി കണ്ടപ്പോൾ നമ്മുടെ ടൈഗാര് അടുത്ത ദിവസത്തെ വരാൽ. ഒരു ഇടത്തരം എന്നൊക്കെ പറയാം നമുക്കിതിനെ, വലിയ സൈസൊന്നുമല്ല, ഇടത്തരമാണ്. നമുക്കിവനെ ഇങ്ങോട്ടിടാം. ഇങ്ങോട്ട് വേണ്ട, സേഫല്ല. ചേർമീൻ കുഞ്ഞ്
ടൈഗർ എന്നൊരു ചെറുമീൻ കുഞ്ഞ് രാവിലെ കയറി. ചെറുമീൻ കുഞ്ഞ് കളയേണ്ട കാര്യമൊന്നുമില്ല, എടുക്കാം. ആ ഒരെണ്ണം കിട്ടി ചെറുത്. നമ്മളാന്ന് മനസ്സിലാകത്തില്ല. ഉണ്ട് ഒട്ടയാ ഇപ്പോഴാണ് ഒരെണ്ണം കിട്ടിയത്. എടുക്കാം പിന്നെ വളർത്തിയിട്ടേക്കാം. അയ്യോ നമ്മുടെ ടൈഗയിലെ ഒരു വരാല് ഇത് തന്നെ വന്ന് ഉടക്കുവായിരുന്നല്ലേ അല്ലേ? ആളെ നോക്കട്ടെ, മഴയില്ലെങ്കിൽ ഞാൻ ഇറങ്ങാം അങ്ങോട്ട്. അല്ലല്ല പോകണ്ടല്ലോ മീന്. നമ്മുടെ ടൈഗയിൽ അടുത്ത വരാൻ കിടപ്പുണ്ട്. സുഖേ ഇല്ല അല്ലേ? നമ്മുടെ ടൈഗ ഇതിപ്പോൾ അരക്കിലോ ആയെന്ന് തോന്നുന്നു. ഇപ്പം അരക്കിലാണ് ഉണ്ട്. നമ്മുടെ ടൈഗ വെച്ചുള്ള ഫിഷിങ് നമ്മൾ ഇന്നുകൊണ്ടോട് നിർത്തുകയാണ്. കാരണം ഫ്രോഗ് ഇവിടെ കമ്പി ഉടക്കി പൊട്ടിപ്പോയി. അതല്ല ഇന്നിനൊന്നും അടിച്ചില്ല. അപ്പം രാവിലെയൊക്കെ മീനുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ടൈഗയുടെ ഫിഷിങ് നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക.